ഹായ്, നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് തീം പാർക്കായ ആരോഗ്യ നികേതനത്തിലാണ്. മറ്റെങ്ങുമല്ല, പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിനടുത്ത് കൊളനടയിലാണ് ഈ ഹെൽത്ത് പാർക്കുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഷുഗർ ട്രീറ്റ്മെൻറ്റിന് പേര് കേട്ടിട്ടുള്ള ഹോസ്പിറ്റലാണ് പന്തളം കൊളനടയിലുള്ള വിജയകുമാർ ഡോക്ടറിൻ്റെ ഉടമസ്ഥയിലുള്ള മെഡിക്കൽ ട്രസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു ഇത്. അദ്ദേഹം ഡിസൈൻ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു ഹെൽത്ത് പാർക്ക് കൂടിയാണ് ആരോഗ്യ നികേതനം. സോ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇവിടുത്തെ കാഴ്ചകളാണ്. ഒരിക്കലും മിസ് ചെയ്യരുത്. നമ്മുടെ ആരോഗ്യ സംബന്ധമായിട്ട് ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ട പല അറിവുകളും നമുക്കിവിടെ നിന്ന് അറിയുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഒക്കെ പറ്റും. നല്ല ആരോഗ്യകരമായ ഒരു ജീവിതശൈലി ഡെവലപ്പ് ചെയ്യാൻ വേണ്ട പല അറിവുകളും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു ഹെൽത്ത് പാർക്ക് കൂടിയാണിത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത്. ഫോർ ദ മ്യൂസിക്കിലേക്ക് സ്വാഗതം. മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്തെ വിഷ്വൽസ് ആണ് കേട്ടോ ഇതൊക്കെ. ഈ സ്പോട്ട് വരുന്നത് പന്തളം കൊളനട മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ്. ഗൂഗിൾ മാപ്പിലൊക്കെ ലൊക്കേഷൻ അവൈലബിൾ ആണ്. പാർക്കിൻ്റെ മുന്നിലായിട്ട് നല്ലൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്കവിടെ കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. ഗേറ്റിനോട് ചേർന്നാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ടിക്കറ്റ് എടുത്ത് വേണം നമ്മൾ ഉള്ളിലേക്ക് കയറാനായിട്ട്. 40 രൂപയാണ് ടിക്കറ്റ് ഫീ വരുന്നത്. കയറുന്ന ഭാഗത്ത് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. എൻട്രൻസിൻ്റെ ഭാഗത്ത് ഒരു വാളിലായിട്ട് വൈലോപ്പള്ളി ശ്രീധരമേനോൻ അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ട് കവിതകളുടെ പേരും അതിലെ ശ്രദ്ധേയമായിട്ടുള്ള വരികളും ഒക്കെയാണ്. നല്ല ഡിസൈനിലാണ് കേട്ടോ അത് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം നടന്ന് കയറുന്നത് തന്നെ 1970 കാലഘട്ടത്തിലുണ്ടായിരുന്ന പല കാര്യങ്ങളും കാണാനും അറിയാനും ഒക്കെ പറ്റുന്ന ഒരു ഏരിയയിലേക്കാണ്. 50 വർഷം മുമ്പുള്ള നമ്മുടെ കേരളത്തിൻ്റെ കാഴ്ചകൾ. ആ ഒരു കാലഘട്ടം കഠിനാധ്വാനം നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു എന്നും പല പ്രവർത്തികൾ ചെയ്യുന്നതിൽ ധാരാളം വ്യായാമങ്ങൾ ഉൾപ്പെട്ടിരുന്നുവെന്നും ഒക്കെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന പല കാര്യങ്ങളും ഈ ഒരു ഏരിയയിൽ നമുക്ക് നടന്ന് കാണാൻ പറ്റും. നമ്മുടെ പണ്ടത്തെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നൊരു സംഭവമാണ് പത്തായപ്പുര. പഴയ വീടുകളുടെയൊക്കെ ഭാഗമായിട്ടുണ്ടായിരുന്ന പത്തായപ്പുര. നെല്ലും അരിയും മറ്റ് ധാന്യങ്ങളും ഒക്കെ പഴയ വീട്ട് ആവശ്യങ്ങൾക്കായിട്ട് ശേഖരിച്ച് വെച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഇന്ന് പല തറവാടുകളിലും കാണാത്ത ഒരു സംഭവമാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരു അത്ഭുതം തോന്നുന്ന ഒരു കാര്യം കൂടിയാണ്. പണ്ട് കാലത്ത് നമ്മുടെ തറവാടുകളിലേക്ക് നെല്ലും അരിയും ഒക്കെ സംഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. കേട്ടോ, നമുക്കിതിൻ്റെ അകത്ത് കയറി ഇതെല്ലാം കാണാൻ പറ്റും കേട്ടോ. അടുക്കളയോട് ചേർന്ന് പഴയ തറവാടുകളിലേക്ക് കണ്ടുവന്നിരുന്നൊരു സംഭവമാണ്. ഇനിയൊരു തലമുറയ്ക്ക് നഷ്ടമാവുന്ന കാഴ്ചകളിൽ ഒന്നാണ് ഈ പത്തായപ്പുര അല്ലേ. പത്തായപ്പുരയോട് ചേർന്ന് മറ്റൊരു കാഴ്ച കൂടിയുണ്ട്. ഇത് കണ്ടോ, വെടിവെട്ടം. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് ഞാനൊക്കെ ആദ്യമായിട്ട് കാണുന്നൊരു സംഭവമാണ്. ഈ പത്തായപ്പുരയും നിലവറയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഒരു നിലവറയാണ് ഉള്ള ഏരിയയിൽ. പുറത്തിരിക്കാനൊക്കെ ഉള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പണ്ടത്തെ തറവാടിൻ്റെ ഭാഗമായിട്ട് പണ്ടത്തെ വീടുകളുടെയൊക്കെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. രസമാണ് കേട്ടോ ഇത് കാണാനും ഒക്കെ ആയിട്ട്. അകത്ത് ലൈറ്റ് ഉണ്ട് കേട്ടോ, പക്ഷെ നല്ല ഇരുട്ടാണ്. ക്ലിയർ അല്ല വിഷ്വൽസ് ഒന്നും. പണ്ടത്തെ വലിയ സൈക്കിൾ ഇതൊക്കെ ഒരു കാലത്ത് ഞാൻ ആഗ്രഹത്തോടെ നോക്കിയിട്ടുണ്ട്. എൻ്റെ കുറേ ചേട്ടന്മാർക്കൊക്കെ വലിയ സൈക്കിളുണ്ട്. എനിക്ക് ചെറുപ്പമായതുകൊണ്ട് അന്ന് ചവിട്ടാനുള്ള ബാലൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ കൂടെ കാലിട്ട് ഒരു നല്ലൊരു ഏജ് വരെ ഞാൻ ചവിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു BSS സൈക്കിളൊക്കെ എടുത്തത് ഇപ്പോഴും ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നു. ഒരു ചെറിയ വാട്ടർ ഫൗണ്ടെയിനും ഇവിടെയുണ്ട്. നടുവിലായിട്ടൊരു മത്സ്യകന്യകയുടെ സ്റ്റാച്ചുവും കാണാൻ ഭംഗിയുള്ള പല വർണ്ണങ്ങളിലുള്ള മീനുകളും ഒക്കെയാണ് ഈ കുളത്തിൽ മീനുകളുടെ കാഴ്ചകളൊക്കെ കണ്ട് ചലനങ്ങളൊക്കെ കണ്ട് ഇന്ന് വന്ന കുട്ടിപ്പട്ടാളങ്ങൾ ഫുള്ള് ഇവിടെ ഉണ്ട്. അവരുടെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ നിന്നു. നമ്മുടെ പപ്പടൂസും അവരെ നോക്കി ചിരിയും കളിയൊക്കെയാണ്. പപ്പടേ പാപ്പു ചക്കട പപ്പു ഫ്യൂച്ചർ ഈസ് ഇൻ ദ പാസ്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിം സ്ട്രക്ചറാണ് അടുത്തത്. ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ പൂവിട്ട ചില്ലകൾ പോലെ ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്നു. തൊട്ടടുത്തായിട്ടൊരു മിനി തിയേറ്ററും ഉണ്ട്. ഈവനിങ് ടൈമിലാണ് മിനി തിയേറ്റർ ഓപ്പൺ ചെയ്യുന്നത്. പ്രമേഹ രോഗത്തെ സംബന്ധിക്കുന്ന ഒരു അവയർനെസ് ഷോയാണ് ഡെയിലി ഇവിടെ റൺ ചെയ്യുന്നത്. നമുക്ക് പ്രമേഹ രോഗത്തെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും ഈ മിനി തിയേറ്ററിലൂടെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈവനിങ് ടൈമിലൊക്കെ വരാമെങ്കിൽ ഇവിടുത്തെ ഷോ കൂടി നമുക്ക് ആസ്വദിക്കാൻ കഴിയും. തൊട്ടടുത്തായിട്ടൊരു ക്യാൻറ്റീനും ഉണ്ട്. ഫുഡൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഈവനിങ്ങിലാണെന്ന് മാത്രം. ടീയും സ്നാക്സും ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും.
പണ്ടത്തെ കാലത്തെ കാളവണ്ടിയും വാട്ടർ വീലും ഒക്കെ ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. വാട്ടർ വീൽ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് കാലത്ത് പാടത്തൊക്കെ വെള്ളം പമ്പ് ചെയ്ത് വിടാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചക്രമില്ലേ, അത്. മറ്റൊരു കാര്യം, എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുറുക്കാങ്കടയാണ്. നമ്മുടെ പണ്ട് കുഞ്ഞു കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള മുറുക്കാങ്കട അതുപോലെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നു. തേൻ മുട്ടായിയും ശർക്കര മുട്ടായിയും കപ്പലണ്ടി മുട്ടായിയും ഒക്കെ അതുപോലെ കണ്ണാടി ഭരണിയിൽ അവിടെ വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ കുഞ്ഞിക്കാലം ഓർമ്മ വരികയാണ്. സ്കൂളിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു ടൈമൊക്കെ നമുക്ക് ഓർമ്മ വരും. മുറുക്കാൻകടയുടെ തൊട്ട് മുന്നിലായിട്ട് ഒരു മ്യൂസിയം ഉണ്ട്. മ്യൂസിയം എന്ന് പറയുമ്പോൾ നമ്മുടെ പണ്ടത്തെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന പല ഐറ്റംസും ഡിസ്പ്ലേ വെച്ചിട്ടുള്ള ഒരു മ്യൂസിയമാണ്. ഈ ഒരു മ്യൂസിയത്തിൽ പഴയ തറവാടുകളിൽ ഉണ്ടായിരുന്ന പല ഐറ്റംസും നമുക്കിപ്പോൾ കാണാൻ പറ്റും. എനിക്ക് ഇതാണ്, അതായത് അമ്മയുടെ അച്ഛൻ്റെയൊക്കെ തറവാട്ടിൽ ഇങ്ങനത്തെ അലമാരികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ സംഭവം ഇതൊക്കെ കാണുമ്പോൾ ആ ഓർമ്മയാണ്. അതുപോലെ ഇതിൻ്റെ അകത്ത് പഴയ നമ്മുടെ ഓല കൊണ്ടുണ്ടാക്കിയ പല കളിപ്പാട്ടങ്ങളില്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഒന്ന് കാണിച്ചില്ല. മറ്റേ ഈർക്കിലും ഓലയും വട്ടി ഓലയും പഴയ കളിപ്പാട്ടങ്ങളും എല്ലാം ഇപ്പോഴും ഇതിനകത്തുണ്ട്. നമ്മുടെ പഴയ ടൈപ്പ് റൈറ്ററും കിണ്ടിയും ചെമ്പുപാത്രങ്ങളും തുടങ്ങി ഓർമ്മ പുതുക്കാൻ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ ഇതൊക്കെ ഒരു അലങ്കാരമായി മാറിയ ഒരു കാലഘട്ടമല്ലേ. എന്നാലും ഇവിടെയുള്ള പലതും കാണുമ്പോൾ ഒരു കൗതുകമാണ്. കുഞ്ഞുനാളിൽ കണ്ട പലതും ഇങ്ങനെ കാണുമ്പോൾ പണ്ടത്തെ ആ ഒരു നല്ല കാലം ഓർമ്മ വരും. കുഞ്ഞിനെ കളിച്ച് നടന്ന ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം. കൊള്ളാം കേട്ടോ, സൂപ്പറാണ്. അതുപോലെ ട്രങ്ക് പെട്ടി, ഇതൊക്കെ ഒരു മെമ്മറിയാണ്. പഴയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരും. അടുത്ത തലമുറയ്ക്ക് ഇതൊരു അത്ഭുത കാഴ്ചയായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നൊക്കെ ആലോചിക്കും. പഴയ ടേപ്പ് പെട്ടി, അതുപോലെ പഴയ ടെലിഫോൺ, കറക്കുന്ന ടെലിഫോൺ, പഴയ മൊബൈല് മനോഹരമായാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എസ്പെഷ്യലി ഈ അലമാരി കണ്ടപ്പം എനിക്ക് പഴയ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കുടുംബ വീട് ഓർമ്മ വന്നു. അതുപോലെ പഴയ ക്ലോക്ക്, ഈ ക്ലോക്കൊക്കെ പഴയ ആൾക്കാർക്കൊക്കെ ഓർമ്മ കാണും. ഇതൊക്കെ ഇപ്പോൾ കാണാൻ കിട്ടാത്ത ഐറ്റംസാണ് കേട്ടോ. ഒരു പഴയ തറവാട് വീടിൻ്റെ അതേ സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഉപ്പുമാങ്ങ ഭരണി, അതിപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ട്. എന്നാലും അതൊക്കെ കാണുമ്പോൾ ഒരു പഴയ മെമ്മറിയാണ്. എനിക്കിതാണ് കേട്ടോ, ഇത് ഇപ്പം ഒട്ടുമിക്ക വീടുകളിലും ഇല്ലാത്തൊരു സംഭവമാണ്. പഴയ തവി, ചിരട്ടത്തവി ഇട്ട് വെച്ചിരുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ പേരെന്താ, ചിരട്ടത്തവിന്നേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഈ ഇതില്ലേ ചിരട്ടത്തവി വെക്കാൻ പറ്റുന്ന ഈ സംഭവമൊക്കെ പഴയ വീടുകളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊന്നും കാണാനില്ല. ചിരട്ടത്തവി തന്നെ ഇപ്പോൾ പല വീടുകളിൽ ഉപയോഗിക്കാറില്ലല്ലോ. പക്ഷേ ഉപയോഗിക്കുന്ന വീടുകളുണ്ട് ഇപ്പോഴും. ആ പഴയ തനിമയെ തന്നെ കൊണ്ടുപോകുന്ന വീടുകളുണ്ട്. മൺചട്ടിയൊക്കെ ഇപ്പോഴും മീൻകറിയൊക്കെ വെക്കാനായിട്ട് പലരും ഉപയോഗിക്കുന്നില്ലേ. നമ്മുടെയൊക്കെ വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട് പല വീടുകളിൽ. പക്ഷേ ഈ മൺഗ്ലാസ് അത് ഞാൻ അധികം കണ്ടിട്ടില്ല കേട്ടോ. അതുപോലെ മുറം, പഴയ മുറങ്ങൾ കണ്ടോ, പല ടൈപ്പ് മുറങ്ങൾ ഇപ്പോഴും ഇതൊക്കെ അവൈലബിൾ ആണ്, പലയിടങ്ങളിലും ഉപയോഗിക്കുന്നുമുണ്ട്. പക്ഷേ ഇതെല്ലാം മാറി പ്ലാസ്റ്റിക്കിലേക്ക് പോകുന്നുണ്ടല്ലേ. കൊട്ട, വട്ടി എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു ഭാഗത്ത് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് കണ്ടപ്പോൾ തോറ്റില്ല. ആട്ടുകല്ല്. അപ്പോൾ ഇതെല്ലാവരും ഇതുവരെയുള്ള യാത്രയിൽ സന്തോഷമുണ്ടോ? ഡെയിലി ഇവിടെ അവയർനെസ് പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട്. ഒരു 1 ഡേ ക്യാമ്പ് പോലെ, ആക്ടിവിറ്റീസും ഇൻട്രാക്റ്റീവ് സെക്ഷൻസും സൈറ്റ് സീയിങ്ങും ഒക്കെ ആയിട്ട് ഒരു 1 ഡേ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ജീവിതശൈലി രോഗങ്ങളെ തടയാൻ വേണ്ടതൊക്കെ നമുക്ക് അതിലൂടെ അറിയാനും പറ്റും. ഇന്ന് തന്നെ ഡോക്ടർ ജി വിജയകുമാർ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഒരു 150 കുട്ടികളുണ്ട് ഈ ടൈപ്പ് 1 ഡയബറ്റിക്. എടുക്കേണ്ടി വരും, ആയുഷ്കാല ഇൻസുലിൻ എടുത്തേ പറ്റുക. ഹസ്ബൻഡ് പെൺകുട്ടികളാണെങ്കിലേ കുറച്ചുകൂടെ പ്രശ്നമുള്ളത്. ഹസ്ബൻഡിനോടും അവരുടെ ഫാമിലിയോടും കൃത്യമായിട്ട് പറഞ്ഞിട്ട് നോർമലേക്കുന്നുള്ളൊരു പ്രോബ്ലം വരത്തില്ല. ബേസിന് അത്രയും പോലും പ്രശ്നമില്ല. ഡെലിവറി പ്രഗ്നൻസി എന്നുള്ളൊരു പ്രശ്നം വരുന്നതുകൊണ്ടാണ് ആ സമയത്ത് കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണ്ടി വരും. അവർക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് പറയും, അത് വരാൻ സാധ്യത കൂടുതലാണ്. ചെക്ക് ചെയ്യണമെന്ന് പറയാൻ പോകുന്നത് അങ്ങനെയുള്ളതൊക്കെയാണ് രോഗലക്ഷണങ്ങൾ. പക്ഷേ ഈ രോഗലക്ഷണങ്ങളുമായിട്ട് പോകുമ്പോഴല്ല പലപ്പോഴും ഇത് കണ്ടുപിടിക്കുന്നത്. മറ്റൊരു ഓവർ ഡയബറ്റീസ് അല്ലായിരിക്കും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മോൻസ് തോമസ്, മാനേജർ കം യോഗ തെറാപ്പിസ്റ്റ് ആണ്, അദ്ദേഹത്തോട് നമുക്കൊന്ന് ചോദിച്ചറിയാം. അതായത് ആരോഗ്യനികേതൻ എന്നുള്ളത് ഒരു ഹെൽത്ത് തീം പാർക്കാണ്. അപ്പം നമുക്ക് ഈവനിങ് പബ്ലിക് എൻട്രി ഉണ്ട്, 3 മണി തൊട്ട് 7 വരെയാണത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഉദ്ദേശം പ്രധാനമായും ആളുകൾക്ക് ഒന്ന് ഫ്രീ ആയിട്ട് നടക്കാനും ഉല്ലസിക്കാനും അവരുടെ മാനസിക സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനും ഒന്ന് വ്യായാമം ചെയ്യാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മളിന്ന് നമ്മുടെ കേരളത്തിൽ അതിക്രമിച്ച് വരുന്ന രോഗികളുടെ എണ്ണം തന്നെയാണ്. നമുക്കറിയാം, നമുക്ക് ചുറ്റും ഒരുപാട് ഹോസ്പിറ്റലുകളും ജിമ്മുകളും വൈദ്യമേഖലകളും ഒക്കെ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ എന്താ ദിനംപ്രതി വർദ്ധിക്കാൻ കാരണം? അത്രയധികം അതിൻ്റെയൊക്കെ ആവശ്യക്കാരും ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം. അപ്പോഴാണ് ആരോഗ്യനികേതനം എന്ന സ്ഥാപനത്തിൻ്റെ പ്രസക്തി വരുന്നത്. ആരോഗ്യനികേതനം ശരിക്കും ഒരു ഹോസ്പിറ്റൽ ഇതര ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ്.
മെഡിക്കൽ ട്രസ്റ്റിൻ്റെ സ്ഥാപകൻ ഡോക്ടർ ജി വിജയകുമാറിൻ്റെതാണ് ആരോഗ്യ നികേതനം. പക്ഷേ സാറ് ശരിക്കും അങ്ങോട്ട് ആരും വരരുത് എന്ന് പറയാൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ആരോഗ്യ നികേതനം. നമ്മുടെ ശരിയായ ജീവിതശൈലി, ദിനചര്യകൾ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. നമുക്കറിയാം, നമുക്കിന്നുള്ളതിൽ 90% ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമാണ്. എന്താണ് ജീവിതശൈലി രോഗങ്ങൾ? നമ്മുടെ ശൈലി കൊണ്ട് നമ്മൾ വരുത്തി വെക്കുന്ന കാര്യങ്ങളാണ് ജീവിതശൈലി രോഗങ്ങളല്ലേ. അപ്പോൾ അത്തരം ശൈലികളെ ഒന്ന് ക്രമീകരിക്കുക. നമ്മളെ ഒരു ഇൻഫർടൈൻമെൻറ്റ്, അതായത് ഇൻഫർമേഷനും എൻ്റർടൈൻമെൻറ്റും മിക്സ് ചെയ്യിച്ച് ഒരു ഗ്രൂപ്പ് ടൂറിലൂടെയാണ് നമ്മൾ ഈ ശൈലി പഠിപ്പിക്കുക, നല്ലൊരു സന്ദേശം പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ശരിക്കും ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിന് കേൾക്കുമ്പോഴേ എല്ലാവരുടെയും മുഖം ചുളിയും. ഒരു 10 മിനിറ്റ് പോലും ഇന്ന് ആർക്കും ലിസൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അത് തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഇൻഫോർടൈൻമെൻറ്റ് എന്ന ആശയം ഞാൻ പറഞ്ഞത്. ഇൻഫർമേഷനും എൻ്റർടൈൻമെൻറ്റും സമന്വയിപ്പിച്ചുള്ള പ്രോഗ്രാം. അപ്പോൾ ഈ ഗ്രൂപ്പ് ടൂറിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു, നമുക്ക് വേണ്ട അവബോധം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വരുമ്പം ഒരു ക്യൂറേറ്ററും ഒരു ഡയറ്റീഷ്യനും ഉണ്ടാവും. അവർ രസകരമായ ഒരുപാട് ആക്ടിവിറ്റീസും പാട്ടും കുറച്ച് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസും ഗെയിംസും യോഗയും ഒക്കെ ആയിട്ട് ഈ ആരോഗ്യ നികേതനം, ഈ 6.5 ഏക്കർ പറന്ന് കിടക്കുന്ന അച്ഛൻകോവിലാറിൻ്റെ തീരത്തുള്ള ആരോഗ്യ നികേതനത്തിലൂടെ പല കഥകളും ആക്ടിവിറ്റീസുമായിട്ട് 2 കാലഘട്ടങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത്. പഴയ കാലഘട്ടം, പുതിയ കാലഘട്ടം. അതിലൂടെ സഞ്ചരിച്ച് ഈ 6.5 ഏക്കർ കവർ ചെയ്ത് വരുമ്പോൾ ഏകദേശം 1 കിലോമീറ്ററിന് അടുത്ത് വരും ഇത്. ശരിക്കും ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് തിയേറ്റർ, മ്യൂസിയം, ഒരു ലൈഫ് സ്റ്റൈൽ മോഡൽ ഹൗസുകൾ, പഴയ കാലഘട്ടം, പുതിയ കാലഘട്ടം, ഡയറ്റോറിയം എന്നിങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. പ്രധാനമായും ഡയറ്റോറിയമാണ് നമ്മുടെ ഭക്ഷണകാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന, നമുക്ക് വേണ്ട ഇൻഫർമേഷൻ തന്നത് AI ബേസ്ഡ് ഡയറ്റോറിയമാണ്. അവിടെ ക്ലാസ്സുകളും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു ഡയറ്റീഷ്യൻ തന്നെയാണ്. അപ്പം അത്തരം കാര്യങ്ങളോടെ കടന്നു പോകുന്നതാണ് ഈ ഗ്രൂപ്പ് ടൂർ. അങ്ങനെ വരുമ്പോൾ 6-7 മണിക്കൂർ സമയമെടുത്താണ് നമ്മൾ ഈ ഗ്രൂപ്പ് ടൂർ കൈകാര്യം ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് ഈവനിങ്ങും മോർണിംഗും ഒക്കെ യോഗ ചെയ്യാനും നടക്കാനും ഉള്ള സംവിധാനമുണ്ട്. ഓപ്പൺ ജിം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഇടയ്ക്ക് മന്ത്ലി വൺസ് നമ്മളൊരു ഗാനമേള സെറ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ആളുകൾക്ക് അവരുടെ മാനസിക സമ്മർദ്ദമൊക്കെ മാറ്റിവെച്ച് ഒന്ന് എത്രത്തോളം ഫ്രീ ആകാൻ പറ്റുമോ അത്രത്തോളം ഫ്രീ ആവാനുള്ള ഒരു വേദി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ശരിക്കും നമ്മുടെ അടുത്ത കാലത്താണ് ഒരു പാസ് പോലും വെച്ചത്. ലാസ്റ്റ് ഒരു 20 വർഷത്തോളമായിട്ട് നമുക്ക് 1 രൂപ പോലും പാസ്സില്ലാതെയാണ് നമ്മൾ ഈ സംവിധാനം തുറന്നു കൊടുത്തത്. നമുക്കറിയാം, ഇത്രയും വലിയൊരു സ്ഥലം ഇത്രയും വൈവിധ്യങ്ങളോടുകൂടി നടത്തിയെടുക്കണമെങ്കിൽ നമുക്ക് വരാവുന്ന അഭിമുഖീകരിക്കേണ്ട ചിലവ് നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറമായിരിക്കും. പക്ഷേ ആ ചിലവൊക്കെ സ്വയം താങ്ങിക്കൊണ്ടൊരു സാമൂഹിക നന്മ, ഒരു സർവീസ് എന്ന തികച്ചും ശുദ്ധമായ ഉദ്ദേശത്തോടു കൂടി വിജയകുമാർ സാർ ഇത്രയും നാളും ജനങ്ങൾക്കത് സൗജന്യമായി തന്നെ കൊടുത്തു. ഈ ഒരു കൺസെപ്റ്റ് കൊള്ളാം. നമ്മുടെ പേഴ്സണൽ വാഹനങ്ങളില്ലേ, നമ്മൾ തൊട്ടടുത്തൊക്കെ പോകുമ്പോൾ പോലും നമ്മൾ നമ്മുടെ സ്വന്തം വാഹനത്തിലാണ് പോകുന്നത്. പണ്ട് കാലത്ത് അങ്ങനെ അല്ലായിരുന്നു, നമുക്ക് നടന്നു പോയേ പറ്റത്തുള്ളായിരുന്നു. വാഹനങ്ങൾ കുറവായിരുന്നു. നമ്മുടെ കാറായാലും ബൈക്കായാലും സ്കൂട്ടറായാലും ഇപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും ഉള്ളത്. പണ്ട് കാലങ്ങളിൽ വളരെ കുറവായിരുന്നു. അപ്പം ഇപ്പോൾ ഇങ്ങനെ കാറുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച്, ബൈക്കുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഡയബറ്റിക് പേഷ്യൻസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതായത് തൊട്ടടുത്ത് വരെ പോകണമെങ്കിലും നമ്മൾ നടക്കാതെ നമ്മുടെ വാഹനത്തിൽ പോകും. അപ്പം നമുക്ക് എക്സസൈസ് കുറയുകയാണ്, നമ്മുടെ ശരീരം അനങ്ങുന്നത് നന്നേ കുറയുകയാണ്. അത് ഡയബറ്റിക്സ് ഉണ്ടാക്കാൻ കാരണമാകുന്നു എന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. നല്ലൊരു കൺസെപ്റ്റാണ്. 3 വാഹനങ്ങൾ, ബൈക്ക്, സ്കൂട്ടർ, കാറ്, 3ഉം അതിൻ്റെ ബോഡിയിലൊക്കെ അതിൻ്റെ പല കാര്യങ്ങൾ കാണിച്ചുകൊണ്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. 2007 14.6% ഡയബറ്റിക് പേഷ്യൻസിൻ്റെ എണ്ണം വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. 1972 അത് 2.3 ആയിരുന്നു, 2.3% ആയിരുന്നു. ഇപ്പോൾ 2026 ആകുമ്പോഴത്തേക്ക് എത്രമാത്രം കൂടി കാണും എന്നുള്ളൊരു കാര്യമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ തൊട്ടടുത്ത് വരെ പോകണമെങ്കിൽ പോലും നമ്മൾ നടക്കാതെ, ഒന്ന് നടന്നു പോകാതെ നമ്മുടെ സ്വന്തം വാഹനത്തിൽ, അതായത് തൊട്ടപ്പുറത്തെ വീട്ടിൽ പോകണമെങ്കിൽ പോലും സ്കൂട്ടറിലും ബൈക്കിലും, ഈ പറയുന്ന ഞാനായാലും അങ്ങനെ പോകുന്നത്. അതൊക്കെ നമ്മുടെ വ്യായാമം തീരെ കുറയ്ക്കുമെന്നും ജീവിതശൈലിയിലുണ്ടാകുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമ്മൾ വലിയ അസുഖത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്തായാലും അടിപൊളി ഒരു കൺസെപ്റ്റാണത്. ഇവിടെ ഒരു ചെസ് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല രസമുള്ളൊരു കാര്യമാണ്. അതായത് വലിയൊരു ചെസ് ബോർഡാണ്, വിൻറ്റേജ് ചെസ് ബോർഡാണ്. കരുക്കളൊക്കെ അത്രയും വലുതാണ്, നമുക്കിവിടെ നിന്ന് കളിക്കാനൊക്കെ പറ്റും. അടുത്തൊരു ഏരിയ ചിൽഡ്രൻസ് പാർക്കാണ്. ഒരു നല്ല ഏരിയ ഉണ്ട് കേട്ടോ, നല്ലൊരു ഏരിയയിൽ ചിൽഡ്രൻസ് പാർക്കാണ്. അപ്പോൾ കുട്ടികളുമായിട്ട് വരുന്നവർക്കൊക്കെ ഇവിടെ വന്നാൽ വലിയ കുഴപ്പം വരത്തില്ല. അവർ ഇതിനകത്ത് കളിച്ചുകൊണ്ടൊക്കെ നിന്നോളും. വൈകിട്ടത്തെ ടൈമിലൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു ഏരിയ ആണ്. ഞങ്ങൾ കുറച്ച് നേരം നമ്മുടെ പപ്പടൂസിനെ ഇവിടെയൊക്കെ കളിപ്പിച്ചു. പപ്പടൂവിനെ കൂടെ കളിക്കാൻ കുറച്ച് കൂട്ടുകാരെയും കിട്ടിയിട്ടുണ്ട്. ഈ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഒരു സൈഡിലായിട്ട് എല്ലാ ഫെസിലിറ്റിയും ഉള്ളൊരു ഓപ്പൺ ജിം കൂടി ഉണ്ട് കേട്ടോ. വെൽ മെയിൻറ്റെയിൻഡ് ആണ്. കുട്ടികളൊക്കെ നല്ല തകർപ്പിലാണ്. കുഞ്ഞൂസിന് ഈ ഒരു സ്പേസ് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, നല്ലൊരു ടൈം ഞങ്ങൾ തന്നെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പാർക്കാണ്.
വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനം ആവശ്യമായിട്ടാ. ഒന്ന് ഇറങ്ങിയോ. ഇവിടെ പാർക്കിൽ അവയർനെസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടൊരു ആക്ടിവിറ്റി നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കണ്ട് നിൽക്കുമായിരുന്നു. എല്ലാവരും നല്ലതുപോലെ എൻജോയ് ചെയ്താണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇടയ്ക്ക് ക്ലാപ്പിംഗ് ടൈം ഉണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ പപ്പടൂസിനും കൈയടിക്കണം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്ത് അച്ചൻകോവിലാറ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയേക്കാണ്. അച്ചൻകോവിലാറിൻ്റെ തീരത്താണ് ഈ ഒരു പാർക്കുള്ളത്. അപ്പം അതിൻ്റെ ഒരു കാഴ്ചയും കൂടെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇവിടുത്തെ ആറിൻ്റെ കാഴ്ചകളൊക്കെ ഇവിടെ കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുമാത്രമല്ല ഇവിടെ ഇങ്ങനെ മുകളിലായിട്ട് പേരുകളൊക്കെ കയറി ഒരു വള്ളി പടർപ്പ് ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തണലത്തിരുന്ന് ആണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത്. അതുപോലെ ആറിൻ്റെ തീരത്ത് മുളകൾ ഇങ്ങനെ നട്ടേക്കുകയാണ്. അപ്പോൾ മുളകളുടെ ആ ഒരു ശബ്ദവും കാറ്റൊക്കെ അടിക്കുമ്പോൾ ഉള്ള ശബ്ദവും ആറിൻ്റെ കാഴ്ചയും ഗാർഡൻ്റെ സ്പേസും ഒക്കെ ചേർന്ന് നല്ല രസമാണ്. ഇനി അടുത്തൊരു ഭാഗത്തേക്കാണ്, നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. നമ്മൾക്ക് പ്രായമേറി എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുമ്പോൾ പ്രായം ഒട്ടും കുറയ്ക്കാം. അതായത് ഇപ്പം നമുക്ക് പ്രായമായോ അസുഖമായി എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർ ഇവിടെ വന്ന് ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ആവുന്നെന്ന് തോന്നും. അവർക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നും. ഇപ്പം അവരെയൊക്കെ തന്നെ കണ്ടില്ലേ, ഭയങ്കര ചിൽ മോഡിലിരിക്കും. അതായത് അവരുടെ അതേ സമപ്രായക്കാരെല്ലാവരും കൂടി ചേർന്ന് കളിക്കുന്നു. അല്ലേ, രസമാണ് കേട്ടോ. ഞങ്ങൾ കുറേ നേരം അത് നോക്കി നിന്നു. ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഇവിടെ ഒരു അവയർനെസ് പ്രോഗ്രാം പോലെ നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് എന്താണെന്നറിയില്ല, എങ്കിലും നല്ല രസമാണ് അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാനായിട്ട്. അവർക്ക് ചെറുപ്പമാവാൻ കിട്ടുന്ന ഒരു അവസരം പോലെ നല്ല രസമുണ്ട് അതിൻ്റെ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട്. ഇത് റീഡിംഗ് ലോഞ്ചാണ്. നമുക്ക് വായിക്കാനും കുറച്ച് നേരം ഇരിക്കാനും ഒക്കെ പറ്റുന്നൊരിടമാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഈ ഒരു സ്പോട്ടിലിരുന്ന് നമുക്ക് കാണാൻ പറ്റും. അതുമാത്രമല്ല കുറച്ച് പുസ്തകങ്ങളും ഈ ഒരു ഭാഗത്ത് ഒരു ഷെൽഫിലായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് എടുത്ത് വെച്ച് വായിച്ച് ഈ തൊട്ട് താഴെയായിട്ടൊരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് തൊട്ട് മുന്നിലായിട്ടുള്ള പാർക്കിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് കുറച്ച് നേരം പുസ്തകങ്ങളൊക്കെ വായിച്ചിരിക്കാൻ പറ്റും. അപ്പം വായന ഇഷ്ടപ്പെടുന്നവർക്ക് വന്നിരുന്ന് വായിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. റീഡിംഗ് ലോഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ഇറങ്ങുന്നത് നേരെ ഒരു ഏറുമാടത്തിൻ്റെ ഭാഗത്തേക്കാണ്. നമുക്ക് അതിൻ്റെ മുകളിലേക്കൊന്ന് കയറിയിട്ട് വരാം. ഒരു മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹായ് പക്ഷേ ആഞ്ഞടിച്ചൊക്കെ രസമാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കാനായിട്ട്. താഴത്തെ കാഴ്ചകളെല്ലാം കാണാൻ പറ്റും. നമ്മുടെ പൊന്നൻ ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് നോക്കിയിരിക്കുക. ഏറുമാടത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ നിർമ്മിച്ചിട്ടുണ്ട്. അത് കാണാനും രസമാണ് കേട്ടോ. അപ്പോൾ അവിടെ ക്ലീനിങ് നടക്കുകയാണ്. താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്കത് ഷൂട്ട് ചെയ്യാം. ആഞ്ഞിലി മരത്തിൻ്റെ ഒരു പകുതിയായിട്ട് നിർമ്മിച്ചേക്കുകയാണ്. അടിപൊളിയാണ്. അതിൻ്റെ മുകളിൽ കയറി നിന്നാൽ നമുക്ക് ഈ ഒരു പാർക്കിൻ്റെ ഫുൾ ഏരിയ കാണാൻ പറ്റും. ചെറിയൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഈവനിങ് ടൈമിലെ വിഷ്വൽസ് കൂടി ഞാനൊന്ന് കാണിക്കാമേ. ലൈറ്റൊക്കെ ഇട്ട് ആ ഒരു ടൈമിൽ നല്ല ഭംഗിയാണ്. ഏറുമാടമാണെങ്കിലും അങ്ങനെ തന്നെ നൈറ്റ് നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഇതൊക്കെ കൂടാതെ ഒരു ബെഗഡ് സ്റ്റേജും മിററും ഒരു ആഗ്രോ ഫീൽഡും ഒക്കെ ഉണ്ട്. എന്തായാലും മനോഹരമായ ഒരു വൺ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടും നമുക്കൊരു എൻജോയ്മെൻറ്റിനും ഒക്കെ പറ്റിയ സ്പേസ്. അപ്പോൾ പന്തളത്തേക്ക് വന്നാൽ ഈ ഒരു സ്പോട്ട് മറക്കണ്ട. അത്രയ്ക്കൊരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെല്ല് അമർത്താനും ഒന്നും മറക്കരുത്. അപ്പം മറ്റൊരു കാഴ്ചയുമായി നമുക്ക് നാളെ കാണാം.